ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറം നമ്മുടെ മാസ്റ്റർ ഹീറോൻ്റെ മാസ്റ്റർ അഴിച്ചാണ് വണ്ടി. അത് ഡീകാർബണൈസിങ്ങിനായിട്ട്, അതായത് ഹെഡ് അഴിച്ച് കരി കുത്താനായിട്ട് നമ്മൾ വണ്ടി അഴിച്ചിട്ടുണ്ട്. എൻജിൻ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമുക്കതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം, ഇതാണ് വണ്ടിയുടെ എൻജിൻ. നമുക്കതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് നമുക്ക് അഴിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസ്, വലിയ കുറവിൻ്റെ കേസാണ്. വലിയ കുറവ് നമ്മളെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് വലിയൊരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നുന്നുണ്ടായില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ കുറവൊന്നും നമുക്ക് ഓടിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓയിൽ ലെവൽ കുറയുന്ന കേസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ്സ് വരാമെന്ന് പറഞ്ഞാൽ സിലിണ്ടറിനകത്താണ് അതിൻ്റെ പ്രോബ്ലം വരേണ്ടത്. അപ്പോൾ അതിനകത്ത് സിലിണ്ടറിൽ ഒരു 1-2 സ്ക്രാച്ച് ഇച്ചിരി ഡീപ്പായിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ കാണുന്ന ഒരു സ്ക്രാച്ച് അത്യാവശ്യം താഴ്ചയിലേക്ക് ഉണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് സിലിണ്ടർ മാറ്റണമെന്നില്ല. നമുക്ക് സിലിണ്ടറിൻ്റെ പിസ്റ്റൺ റിങ്സ് മാത്രമായിട്ട് കമ്പനി സ്റ്റാൻഡേർഡ് പിസ്റ്റണൊക്കെ കിടക്കണേ. അപ്പോൾ അത് മാത്രമായിട്ടൊന്ന് മാറ്റി റീസെറ്റ് ചെയ്താലും മതി. ഇതാണ് അതിൻ്റെ പിസ്റ്റൺ. അത് സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിങ്സ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന പീസുകളാണ്. ഒരു 5 റിങ് വരും. ഓയിൽ റിങ് 3 ടോപ്പും സെക്കൻഡും കൂടിയിട്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിട്ടാലും മതി. പിന്നെ വാൽവിൻ്റെ ഈ സൈഡിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ വാൽവ് ഒന്ന് സീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാനായിട്ട്. പിന്നെ കൂട്ടത്തേക്കിടെ നമുക്ക് അതിൻ്റെ പ്ലഗും കൂടി മാറ്റി കിട്ടും. എയർ ഫിൽട്ടർ ഈ പറഞ്ഞ പോലെ വലിയ പഴക്കം തോന്നണില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് കയറ്റിയാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ വലിയ കുറവിൻ്റെ കേസ് പറഞ്ഞത് കൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് വെയിറ്റ് സെറ്റ് ക്ലച്ച് എന്ന് പറയുക, ക്ലച്ച് ഷൂ എന്ന് പറയുന്ന ഭാഗമാണത്. ഇതെനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിട്ടുണ്ട്. പക്ഷേ കിടക്കുന്നത് കമ്പനി ലാൻഡറൊന്നും അല്ല കേട്ടോ. അത് ക്ലച്ച് ഷൂ ഒറിജിനലല്ല, അതൊരു കുറഞ്ഞ ബ്രാൻഡാണ്, ASK എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഈ നെട്ടൊക്കെ വെട്ടിയൊക്കെ അഴിച്ചാണ്. അപ്പോൾ തൽക്കാലം ഈ നെട്ട് നമുക്ക് മാറ്റിയിടാം. ക്ലച്ച് ഷൂ എന്തെങ്കിലും വലിയ പഴക്കമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു ജർക്കിങ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത ഉള്ളത്. കാരണം ഇത് ആ ക്ലച്ച് ഔട്ടറിൽ കറക്റ്റായിട്ട് ആ ക്ലച്ച് ഷൂ പിടിക്കില്ല. അത് ഈ കുറഞ്ഞതിന് വരുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഇതതിൻ്റെ ക്ലച്ച് ഷൂ ആണ്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ചില ഭാഗങ്ങൾ ഈ സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കണില്ല കേട്ടോ. അതേപോലെ ഈ ഭാഗം നോക്കുമ്പോൾ ഇവിടെയും കറക്റ്റായിട്ട് പിടിക്കണില്ല. അത് ഈ ക്ലച്ച് ഷൂവിൻ്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാ ഭാഗം കമ്പനി പറയുന്ന കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കില്ല ഈ സംഭവം തന്നെ. ഇത് ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതും നമുക്ക് പിക്കപ്പിനകത്ത് സാധാരണ രീതിയിൽ ബാധിക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഓടിച്ചു കിട്ടുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അതെ ഈ സൈഡ് നോക്കുമ്പോൾ അറിയാം അവിടെ കളർ ഷെയ്ഡ് വ്യത്യാസം കണ്ടോ. ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്, ഇവിടെ പിടിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ഈ സൈഡ് പിടിക്കണില്ല, ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് ക്ലച്ച് ഷൂരിറ്റിയാണ്. ഇപ്പോൾ തൽക്കാലം നമുക്കത് വലിയ പ്രശ്നമല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ഇത് തന്നെ തൽക്കാലം യൂസ് ചെയ്യാം. പരമാവധി എന്തെങ്കിലും മേടിച്ചേക്കാളോ. കാരണം 1100 1150 രൂപ അടുത്ത് കോസ്റ്റ് തന്നെയാണ് ഈ സാധനത്തിന് ഒറിജിനൽ കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് തന്നെ നിലനിർത്താം. ബാക്കിയത്തെ വർക്ക് ചെയ്യാം. ഹെഡ് ക്ലീൻ ചെയ്യാം. വാൽവ് ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്യണം, അത് സീറ്റ് ചെയ്ത് മേടിക്കാം. ബാക്കിയത്തെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം. റിങ്സ് മാത്രം മാറ്റിയിട്ടാൽ മതി. ആ ഓയിലിലേക്ക് ആ ഓയിൽ ചിലവിൻ്റെ കേസ് അതൊന്നും തീർന്നോളും. അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നണില്ല. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സിലിണ്ടർ മാറ്റാൻ പറ്റില്ല. സിലിണ്ടർ മാറ്റാൻ ഏകദേശം ഒരു 2800 രൂപയുടെ അടുത്ത് 3000 താഴെ ആ സിലിണ്ടർ മാത്രം വരും. അതിനുള്ള പ്രശ്നം തോന്നണില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമുക്കത് മാറ്റുന്ന പറയാത്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ കാർബേറ്ററൊക്കെ കൂട്ടത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റും. അത്യാവശ്യം നിലവിൽ വണ്ടിക്ക് പരമാവധി എത്ര മൈലേജ് കിട്ടും ആ മൈലേജ് നമുക്ക് പരമാവധി ട്യൂൺ ചെയ്ത് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ ചെയ്യാം. എത്ര വണ്ടിക്ക് മൈലേജ് ആദ്യം എത്ര ഉണ്ടായിരുന്നോ ആ മൈലേജ് നമുക്ക് കയറി വരും. കാരണം അതിനുള്ള ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിടാം. പിന്നെയും ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗം ഇവിടുത്തെ സിലിണ്ടർ ഓയിൽ ചേഞ്ചിൻ്റെ മറ്റേ പെട്രോളൊക്കെ കയറി വന്ന് കത്തുന്ന ഭാഗമൊക്കെ കറക്റ്റ് ആയിരിക്കും. എഞ്ചിൻ കംപ്രഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവും. പിന്നെ വന്നത് കാർബേറ്ററാണ്. അപ്പോൾ തീരെ മൈലേജ് ഷോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാർബേറ്ററിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം. എന്നിട്ട് മൈലേജ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും മൈലേജ് കുറവ് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കാർബേറ്ററിനെ പറ്റിയിട്ട് കാർബേറ്ററിൻ്റെ മാറ്റുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഈ മോഡൽ വണ്ടികളിൽ ഉള്ളൊരു പ്രോബ്ലമാണ്. മാസ്റ്റർ എഡ്ജും ഹീറോൻ്റെ വണ്ടിക്കാണ് കൂടുതലായിട്ട് വരാം. മാസ്റ്റർ എഡ്ജും ഹീറോൻ്റെ ഡ്യൂയറ്റിനും സെയിം പ്രോബ്ലംസ് വരാറുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ബെൽറ്റൊന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കമ്പനി ബെൽറ്റൊന്നുമല്ല, കുറഞ്ഞ ബ്രാൻഡാണ് കിടക്കണേ. എന്നാലും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ തൽക്കാലം തന്നെ നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വണ്ടി എന്തെങ്കിലും നാളത്തേക്ക് ആവുള്ളൂ. ശനിയാഴ്ച 13-ാം തീയതി കേട്ടോ. വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ.